ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. സംബ മേഖലയിൽ രൂക്ഷമായ വെടിവെപ്പ്. ജമ്മു വിമാനത്താവളം കേന്ദ്രീകരിച്ചും ആക്രമണം നടന്നതായാണ് റിപ്പോർട്ട്. വിവരങ്ങൾ നൽകാൻ ഷമ്മി പ്രഭാകർ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഷമ്മി, പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും തുടരുകയാണോ? ഇപ്പോൾ ആക്രമണം ഉണ്ടായത് ഏത് മേഖലയിലാണ്? അതിർത്തി കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങൾ, പ്രത്യേകിച്ചും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണ ശ്രമങ്ങളാണ് ഉണ്ടായത്. ഇന്ത്യ അതിനെ ഫലപ്രദമായി തന്നെ ചെറുത്തിട്ടുണ്ട്. 8 ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിർത്തി മേഖലകളിൽ വളരെ ശക്തമായ വെടിവെപ്പ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സാംബ മേഖലയിൽ അതിശക്തമായ ആർട്ടിലറി ഫയറിംഗ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ANI അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനെ വെടിവെച്ച് വീഴ്ത്താൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പത്താൻകോട്ട് അതുപോലെ തന്നെ ഗുരുദാസ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലൈറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായും അണയ്ക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ജമ്മു എയർ സ്ട്രിപ്പിൽ ഇത്തരത്തിലൊരു നീക്കം നടന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ജമ്മു യൂണിവേഴ്സിറ്റിക്ക് സമീപം 2 ഡ്രോണുകൾ ഇന്ത്യൻ സേന വെടിവെച്ച് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഡ്രോണുകൾക്കൊന്നും തന്നെ ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല, വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വന്നിട്ടുള്ള മിസൈലുകളെ S-400 സിസ്റ്റം ഉപയോഗിച്ച് തകർത്തു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഡ്രോണുകൾ എത്തുന്നു, അതിനെ വെടിവെച്ചിടുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരു നീക്കം തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 2 തവണ അവർക്ക് തിരിച്ചടി കിട്ടിയിട്ടും അവർ പാഠം പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ലഭിക്കുന്ന വിവരമനുസരിച്ച് ചൈനീസ് നിർമ്മിത ഡ്രോണുകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ളത്. രാജസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങൾ, അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, ഈ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ശ്രമങ്ങൾ നടന്നിട്ടുള്ളത്. പക്ഷേ ഒരു അടുത്ത് പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ജമ്മു കാശ്മീർ എയർ സ്ട്രിപ്പിലേക്കുണ്ടായിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണം അത് ഫലപ്രദമായി തന്നെ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്.